ഹലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചാവക്കാട് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ച് എന്ന് പറയുമ്പോൾ അറിയാലോ, ഭയങ്കര പോസിറ്റീവ് വൈബാണ് അല്ലേ. അങ്ങനെ ബീച്ചിൽ കുറേ നേരം ഞങ്ങൾ സമയം ചിലവഴിച്ച ശേഷം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് അയല ചെമ്പാനും അയലയും, അങ്ങനെ 2 സൈസുള്ള മീനുകളായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഇരുട്ടായി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഫ്രീസറിൽ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടായിരുന്നു നേരാക്കുണ്ടായിരുന്നു. നേരാക്കി എടുത്തപ്പോൾ തന്നെ നിറയെ ഈച്ചകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എന്തോ ഈച്ചകളെന്ന് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി, ഫ്രഷ് മീനും അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത മീനായതുകൊണ്ടാണ് കേട്ടോ ഈച്ചകൾ വന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെയൊന്നും മീൻ നേരാക്കുമ്പോൾ ഈച്ചകൾ ഞാൻ വന്ന് കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈച്ചകൾ വന്നുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കുറേ നേരം മീൻ വെച്ചതിന് ശേഷം ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വറക്കുകയും ചെയ്തു, വാളംപുളിയിട്ട് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും വറുത്ത മീനും വാളംപുളി ഇട്ട് വെച്ച് നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ആയിട്ട് രാവിലത്തെ കഴിക്കില്ല കഴിഞ്ഞിട്ട് അങ്ങനെ ബീച്ച് വൈബൊക്കെ ഒന്ന് മാറ്റി നിർത്തി മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം പശുവിന് വൈക്കോൽ വരുന്നുണ്ട്. അപ്പോൾ മുറ്റത്ത് 2 സൈഡായിട്ട് ഇഷ്ടിക വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടിക ഒരു സൈഡിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ വൈക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ നിന്ന് തള്ളുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ. അത് വിചാരിച്ചിട്ട് ഒരു സൈഡിലുള്ള ഇഷ്ടിക കംപ്ലീറ്റ് വേറൊരു സൈഡിലേക്ക് ഒതുക്കി വയ്ക്കായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഏകദേശം സെറ്റായി. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വയ്ക്കാൻ വിചാരിച്ചിട്ടോ. ഇഷ്ടികേൻ്റെ പൊട്ടും പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വൃത്തിയാക്കി അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വരുന്നു നമ്മുടെ കാത്തിരുന്ന വൈക്കോൽ വണ്ടി കേട്ടോ. ഇങ്ങനെ വൈക്കോൽ ഉണ്ടോണ്ട് നേരെ മുറ്റത്തേക്കായിരുന്നു കേട്ടോ തള്ളിയിട്ടുണ്ടായിരുന്നു. അത്ര നേരം ഞാൻ അടിച്ച് വൃത്തിയാക്കിയ ശേഷം മുറ്റമായിരുന്നു. പക്ഷേ വൈക്കോൽ ഉണ്ടോന്ന് വണ്ടിയിൽ തള്ളിയതോടുകൂടി വൈക്കോലൊക്കെ ഫുള്ള് പാറി പറന്ന് കിടന്നു കേട്ടോ. കാറ്റും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുള്ള് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈക്കോൽ വീടിൻ്റെ ഒരു സൈഡായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വണ്ടിയിൽ നിന്ന് വൈക്കോൽ നമുക്ക് ഇറക്കണമല്ലോ, വണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ താൽക്കാലികമായിട്ട് വീടിൻ്റെ ഒരു സൈഡ് വൈക്കോൽ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയായിട്ടും പിന്നെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വേണം നമുക്കത് ടെറസിൻ്റെ മേലേക്ക് കൊണ്ടുപോയി ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നല്ല മഴയും അതുപോലെ തന്നെ വെയിലൊക്കെ വന്ന് പറഞ്ഞാൽ വൈക്കോൽ വെറുതെ ഇതായി പോകണ്ടല്ലോ. വെയിൽ പിന്നെയും കുഴപ്പമില്ല, മഴയുണ്ടോ പേടിക്കേണ്ട, വൈക്കോൽ വെറുതെ കേടുവന്ന് പോകും, ചീഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ടെറസിൻ്റെ മേലേക്ക് കയറ്റുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയും കൂടിയിട്ട് വൈക്കോൽ ഏറ്റിട്ട് ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്രാവ് കൂട് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പ്രാവിൻ്റെ ഇഷ്ടമുള്ളവരൊന്നും ആ വീഡിയോ കണ്ടു നോക്കണേ. അപ്പം അങ്ങനെ ടെറസിൻ്റെ മേലേക്ക് വൈക്കോലൊക്കെ ഏറ്റി കൊണ്ടുവന്ന് അമ്മ എണ്ണയൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഇടയിൽ ഇത്തിരി സംഭാരം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ വൈക്കോലൊക്കെ നല്ല ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് 1 വർഷത്തേക്കുള്ള വൈക്കോൽ കേട്ടോ. ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ വരാൻ പോണത്, അപ്പോൾ പുല്ലുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പശുവിന് 1 വർഷത്തേക്കുള്ള വൈക്കോൽ അങ്ങനെ സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്